ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്ന തമ്പനയിൽ കാണുന്ന പോലെ തന്നെ ഫോൺ ഉപയോഗത്തെക്കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ എങ്ങനെയാണ് ഫോൺ അഡിക്ഷൻ മാറ്റിയതെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ നല്ല രീതിയിൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഫോൺ ഇല്ലാത്ത ഒരു അവസ്ഥ, ഇപ്പോഴും ഫോണുണ്ട്. ഫോണ് ഓരോ മിനിറ്റ് വെച്ച് സെക്കൻഡ് വെച്ച് ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. എനിക്കിന്ന് ഒത്തിരി പേര് അങ്ങനെയാണ്. എപ്പോഴും ഫോൺ നോക്കണം, ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് എടുത്ത് നോക്കണം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം അഡിക്റ്റഡ് ആയിട്ടുള്ള ഒത്തിരി ആളുകളുണ്ടല്ലേ. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം അധികം മാറാൻ പറ്റാത്തവരും ഉണ്ടാകാം. ഞാൻ അങ്ങനെയായിരുന്നു. എനിക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇൻസ്റ്റ ആയിക്കോട്ടെ, FB ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, അതൊന്നും എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നു. ഇൻസ്റ്റയിലൊക്കെ കയറുകയാണെങ്കിൽ ചിലപ്പോൾ വലിയ പോസിറ്റീവ് നോട്ടിഫിക്കേഷൻ കണ്ടായിരിക്കും ഞാൻ കയറുന്നത്. പക്ഷേ അതുവഴി ഞാൻ മറ്റേ റീൽസിലേക്ക് പോകും. റീൽസ് കണ്ട് സ്ക്രോൾ ചെയ്ത് എത്ര ടൈമാണ് കളയുന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പഠിക്കാനൊക്കെ വരുന്നതിൻ്റെ PSCയിലേക്ക് വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ നല്ല രീതിയിൽ റീൽസ് അഡിക്റ്റഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കുന്നുണ്ടെങ്കിലും ഞാൻ ഒരു ഫാൻറ്റസി ലൈഫ് പോലെയായിരുന്നു. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലും അതുമായി ബന്ധപ്പെട്ട് എൻ്റെ മൈൻഡിലൊക്കെ ഫുൾ ആ ഒരു രീതിയിൽ അത്രത്തോളം ഒരു അഡിക്റ്റഡ് ആയിരുന്നു ഞാൻ ഫോണിൽ കേട്ടോ. ഇല്ലെന്ന് എനിക്ക് ശരിക്കും ഇപ്പോഴാണ് നല്ല രീതിയിൽ മാറ്റം വന്നത്, അതിൻ്റെ ഉപയോഗം കുറച്ചപ്പോൾ തന്നെ. പിന്നെ വാട്സപ്പ് ആയിക്കോട്ടെ, വാട്സപ്പിന് നമ്മൾ ജസ്റ്റ് സ്റ്റാറ്റസ് കണ്ടെങ്കിൽ പോരും എന്ന് വിചാരിക്കുക. പിന്നെ FB, അങ്ങനെ എല്ലാം. ഇനി യൂട്യൂബിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അതിലും ഓരോന്ന് കണ്ട് നല്ല രീതിയിൽ അതിൻ്റെ ടൈം ഞാൻ വേസ്റ്റ് ചെയ്യുമായിരുന്നു. വേസ്റ്റ് ചെയ്യാമെന്ന് തന്നെ പറയണം ശരിക്കും. അതിൽ നിന്ന് നമുക്കൊരു എൻജോയ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ കൂടി നമ്മളൊരു ദിവസം പോകുന്നതേ അറിയുന്നില്ല. ഞാൻ ഈവൻ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഫോൺ ഓണാക്കി വെച്ചിട്ട് കണ്ടുകൊണ്ടായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത്രത്തോളം ഞാൻ ഫോൺ കാണുമായിരുന്നു. ഫോണില്ലാണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയേൻ്റെ ഉപയോഗം ഇല്ലാണ്ട് എനിക്ക് പറ്റില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ റിയലൈസ് ചെയ്തു, ഞാൻ ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഫ്യൂച്ചറിൻ്റെ കാര്യം കട്ടപ്പോകുകയാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. കാരണം നമ്മളിങ്ങനെ കുറേ കാലം ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന് നമ്മുടെ പ്രായം പോകുന്നതും വർഷം പോകുന്നതും മാസം പോകുന്നതൊന്നും നമ്മൾ അറിയുന്നില്ല. കറക്റ്റായിട്ടുള്ള ആ ലക്ഷ്യം എന്ന് വെച്ചാൽ എല്ലാവരും ഒന്നും ഞാനിതിൽ പെടുത്തുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. നല്ല രീതിയിൽ ലക്ഷ്യബോധത്തോടു കൂടി ഇരിക്കുന്നവരൊക്കെ ഉണ്ടാകാം. പിന്നീടാണ് ഞാൻ PSCയിലേക്കൊക്കെ വന്നത്. PSCയിൽ വന്നതിന് ശേഷമാണെങ്കിൽ കൂടി കുറച്ചൊക്കെ അതിലൊരു ലിമിറ്റേഷൻ വരുത്തിയെങ്കിലും ഞാൻ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോഴും എൻ്റെ അടുത്ത് ഫോണുണ്ടാവും. ഫോൺ അടുത്തുണ്ടാകുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കുമ്പോൾ, നോട്ടിഫിക്കേഷൻ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അതെന്താണെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു. പിന്നെ കോൾസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. എങ്കിൽ കൂടി ആവശ്യമില്ലാത്ത കോൾസ് ഞാൻ ഒഴിവാക്കി. പിന്നീട് ഇനി എല്ലാം കഴിഞ്ഞ് പിന്നെ ചിലത് കണ്ടിട്ടുണ്ട്, ഈ പഠിക്കുന്ന കുറേ സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മൾ ഈ മോട്ടിവേഷൻ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയസൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്തു എന്ന് ടെമ്പററി ആയിട്ട്. പക്ഷേ ഞാൻ അതിന് മുതിർന്നില്ല. കാരണം വല്ലപ്പോഴും ഒക്കെ അതിലൊരു പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. സോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ അൺഇൻസ്റ്റാളൊന്നും ഞാൻ ചെയ്തില്ല. പിന്നെ വാട്സപ്പിൻ്റെ ഒക്കെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് അൺഇൻസ്റ്റാൾ ചെയ്താൽ നടക്കില്ല. കാരണം മക്കളുടെയൊക്കെ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട് അതിൽ. കാരണം എനിക്ക് അതിൽ നിന്നൊക്കെ അപ്ഡേറ്റ്സ് ഡെയിലി വരുന്നതാണ്. ഹസ്ബൻഡിൻ്റെ നോക്കെങ്കിൽ കൂടി നമ്മളും നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ചെയ്തില്ല. എന്നാലും എനിക്കിത് ഒഴിവാക്കിയേ പറ്റുള്ളൂ നോക്കി. ഇനി വേറൊരു കേസ് വരികയാണെങ്കിൽ യൂട്യൂബ് എല്ലാം നിർത്തി, റീൽസ് കാണൽ നിർത്തി, FB നോക്കൽ നിർത്തി, അങ്ങനത്തെ എല്ലാം നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തതിലേക്ക് എന്തിലേക്ക് കാണുന്നത് യൂട്യൂബിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഓൾറെഡി എന്താ പറയുക, ഞാൻ കണ്ടുകൊണ്ടിരുന്നത് മൊത്തം മോട്ടിവേഷൻ വീഡിയോസോ അല്ലെങ്കിൽ സ്റ്റഡി വ്ളോഗ്സൊക്കെ തന്നെയാണെങ്കിലും അങ്ങനത്തെയൊക്കെ കാണുള്ളൂ. അത് തന്നെ കണ്ടുകൊണ്ടിരുന്നു. പഠിക്കാൻ ചിലപ്പം കയറുന്നത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ഏതെങ്കിലും ലെക്ചർ നോട്ടിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നീട് ആ വഴി പോയിട്ട് ഇഷ്ടമാതിരി സ്റ്റഡി വ്ളോഗ്സായിട്ടും അല്ലെങ്കിൽ മോട്ടിവേഷൻ വീഡിയോ തന്നെ കണ്ട് ഞാൻ ടൈം കളഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഫുള്ളിരുന്ന് മോട്ടിവേഷൻ വീഡിയോ കാണാൻ പറ്റുമെങ്കിൽ അത്രയും സന്തോഷം. ഞാൻ അതിലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, ഇതിൽ എന്തെങ്കിലും എനിക്കൊരു മാറ്റം വരുത്തണം. അപ്പം ഞാൻ ഇനി പറയാൻ പോകുന്നത് ചിലപ്പോൾ എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല. ഞാൻ എങ്ങനെയാണ് ചേഞ്ച് വരുത്തുന്നത് ചിലപ്പോൾ എല്ലാവർക്കും അത് പോസിബിൾ ആവത്തില്ല.
ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എന്ത് ചെയ്തു, റീചാർജ് ചെയ്യണ്ടെന്ന് അങ്ങ് തീരുമാനിച്ചു. ഫോണിൽ റീചാർജ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ നെറ്റ് ഓഫറൊക്കെ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ നെറ്റ് ഉള്ളത് കൊണ്ടാണല്ലോ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ റീചാർജ് ഞാൻ പാടെ അങ്ങ് ഒഴിവാക്കി. ഒഴിവാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ എങ്ങനെ കോൾ ചെയ്യുമെന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഇതെല്ലാവർക്കും സാധ്യം ആയിരിക്കില്ല കേട്ടോ. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഹസ്ബൻഡിൻ്റെ മമ്മിയുണ്ട്. അപ്പോൾ എന്തെങ്കിലും എമർജൻസി കോൾസ് ഉണ്ടെങ്കിൽ മമ്മീൻ്റെ ഇതിൽ നിന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു. ഇനി എന്നെ സ്ഥിരമായിട്ട് വിളിക്കുന്നവരോട് ഞാൻ പറഞ്ഞു, മീൻസ് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അങ്ങനെ നമ്മുടെ ഫാമിലി, അവരോട് ഞാൻ പറഞ്ഞു എന്നെ കോൾ ചെയ്യണം, ഇങ്ങോട്ട് വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ടൈം പറഞ്ഞ് അവരെന്നെ വിളിക്കും. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കോൾസ് ഉണ്ടാവുമല്ലോ. പിന്നെ ഹസ്ബൻഡിൻ്റെ അവരൊക്കെ നമ്മുടെ ടൈമിൽ വിളിക്കും. അപ്പോൾ പിന്നെ അപ്ഡേറ്റ്സ്, മക്കളുടെ അപ്ഡേറ്റ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഹസ്ബൻഡിൻ്റെ നെറ്റ് ഓഫർ ഉണ്ടാവുമല്ലോ. അപ്പം വൈകുന്നേരം വരുമ്പം നെറ്റ് ഹോട്ട്സ്പോട്ട് ഓണാക്കി നമുക്ക് ആവശ്യമുള്ള നെറ്റും കാര്യങ്ങളും ഒക്കെ കണ്ട്, ഇനി നമുക്ക് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ടെലഗ്രാമൊക്കെ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ടൈമിൽ ഓപ്പൺ ചെയ്ത് അതൊക്കെ സേവ് ചെയ്തോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു. ഇനി എനിക്ക് ആദ്യം ഒട്ടും പറ്റില്ലായിരുന്നു. ഫോണുണ്ടെങ്കിൽ കൂടി എനിക്ക് എന്താ പറയുക, ഇങ്ങനെ കണ്ട് ശീലിച്ചിട്ട്, സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ച് ശീലിച്ചിട്ട് ആദ്യം എനിക്ക് നെറ്റില്ലാതിരിക്കുമ്പോൾ വല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്താ പറയുക, ഡ്രങ്കാർഡ്സൊക്കെ ഡ്രിങ്ക്സ് കഴിക്കുന്നതൊക്കെ നിർത്തി കഴിയുമ്പോൾ അവരുടെ ഒരവസ്ഥയിൽ അതുപോലെയൊക്കെ തന്നെ പറയുമ്പോൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പം ഞാൻ അതിനൊരു മാറ്റം പതിയെയാണ് വരുത്തിയത്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം എന്ത് ചെയ്തു, വൈകുന്നേരമൊക്കെ ഇതുപോലെ ഹസ്ബൻഡ് വന്നു കഴിയുമ്പോൾ കുറച്ച് എന്താ പറയുക, ഞാൻ കൂടുതലും കണ്ടുകൊണ്ടിരുന്നത് മോട്ടിവേഷൻ വീഡിയോ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മോട്ടിവേഷൻ വീഡിയോസ് ഒരു മൂന്നെണ്ണത്തിൽ കൂടുതലുണ്ട്. അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ രാവിലെ ഇതിരുന്ന് കാണും. രാവിലെ അത് കണ്ടു കഴിയുമ്പോൾ എനിക്കൊരു ഇത് കണ്ട ഫീൽ ചെയ്ത് ഒരു 5-10 മിനിറ്റ് വീഡിയോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ഫോൺ ഉപയോഗിച്ച് ഒരു ഫീൽ എനിക്ക് കിട്ടുകയും ചെയ്യും. എനിക്കിഷ്ടമാതിരി സമയം കിട്ടാനും തുടങ്ങി. എന്തിനു പറഞ്ഞാൽ എൻ്റെ മോള് ഇപ്പോൾ എന്താ പറയുക, ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. മോള് ഫീഡ് ചെയ്യാനായിട്ട് വരുന്ന ടൈമിൽ അവൾ ഫോൺ എടുത്ത് കൊണ്ട് തരും. മോൾ ആദ്യം എൻ്റെ കയ്യിൽ ഫോൺ കൊണ്ട് തന്നിട്ടാണ് എൻ്റെ അടുത്തേക്ക് മടി കയറിയിരിക്കുക. എന്ന് വെച്ചാൽ ആ കുഞ്ഞിന് വരെ എൻ്റെ വിചാരം, കാരണം ഞാൻ ഒരു കയ്യിൽ ഫോണും പിന്നെ ഒരു കയ്യിൽ കുഞ്ഞായിട്ടായിരിക്കുന്നത്. അപ്പോൾ മോളുടെ വിചാരം ഫോണുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു പ്രവൃത്തി പറ്റുള്ളൂ, അമ്മയ്ക്ക് ഫോണില്ലാണ്ട് പറ്റില്ല എന്ന് അവൾക്ക് വരെ അറിയാം. അങ്ങനെ ഇപ്പോഴും അതായിട്ട് അവൾ ഫോൺ കൊണ്ടുത്തരും. അത്രയ്ക്ക് എന്താ പറയുക, ഞാൻ ഫോണിലായിരുന്നു ഫുൾ ടൈം. ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ പണികളും നല്ല തിരക്കാണ്, വെറുതെ ഇരിക്കാൻ സമയമില്ലാത്ത ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഫോണും നോക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പം ഞാനങ്ങനെയാണ് എൻ്റെ ഒരു ഫോൺ ഉപയോഗം മാറ്റിയത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മലയാളത്തിന് മാത്സൊക്കെയാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. സാധാരണ ഫോണിൽ നോക്കിയിട്ട് യൂട്യൂബിൽ പിന്നെ ടെലഗ്രാമിൽ നോക്കിയിട്ടാണ് മലയാളം നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, വൈകുന്നേരം അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കും. പിന്നെ CAക്കും അതെ കേട്ടോ, കറണ്ട് അഫയേഴ്സിന്. അപ്പോൾ അതും ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, ഡൗൺലോഡ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്തിട്ട്, ടെലഗ്രാമിൻ്റെ പ്രത്യേകത ആണെന്ന് വെച്ചാൽ നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ PDF നമുക്ക് അപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. സ്ക്രീൻഷോട്ട് ആകുമ്പോൾ നമ്മുടെ ഈ അലറി ഉണ്ടാവുമല്ലോ. എന്നിട്ട് ഞാൻ നോട്ട്സ് ഇരുന്ന് എഴുതും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി സമയം ലാഭിക്കാൻ പറ്റി. എന്ന് വെച്ചാൽ കുറച്ചും കൂടെ നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണ് അതിൽ കുറച്ചുകൂടെ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റി. മറ്റേത് നമ്മൾ പാർഷ്യലി മാത്രമേ അതിലെനിക്ക് ശ്രദ്ധ ഉണ്ടായിരുന്നുള്ളൂ. പകുതി മൈൻഡ് ഫോണിലും വേറെ റീൽസിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പഠിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് ഞാൻ പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ എന്ത് കാര്യമാണ് ചെയ്യുന്നത് അത് ചെയ്യുന്നു. മറ്റേത് ഞാനൊരു ഫാൻറ്റസിയിലായിരുന്നു എന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നാറുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഒന്നും ഇങ്ങനെയാവില്ല. ഇത് എൻ്റെ കേസ് മാത്രമാണ്, അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള കുറച്ച് പേർക്ക് വേണ്ടി മാത്രം കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഫോൺ വേണ്ടാന്ന് വെച്ച് അല്ലെങ്കിൽ ഇതൊന്നും വേണ്ടാന്ന് വെച്ച് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടൊക്കെ പഠിക്കുന്ന ഒത്തിരി പേരുണ്ട്. പിന്നെ ഇത് എല്ലാവർക്കും, ഞാനീ പറഞ്ഞത് എല്ലാവർക്കും പോസിബിളായിട്ടുള്ള കാര്യവുമില്ല. ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഒരു ഫോൺ എടുക്കാൻ പറ്റില്ലെങ്കിൽ ഇതൊന്നും സാധിക്കത്തില്ല. പക്ഷേ ആ സമയത്ത് ഇങ്ങനെ ഒരു ഫോൺ വേറെ എക്സ്ട്രാ ഒരാളെ കോൾ ചെയ്യാൻ ഒരു നോർമൽ ഫോണുണ്ട്, അല്ലെങ്കിൽ ഈവനിങ്ങിലോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഡൗൺലോഡ് ചെയ്യാമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ വൈഫൈ ഒക്കെയുള്ള വീടാണ്, പറയേണ്ട, ഫുൾ ടൈം നെറ്റായിരിക്കുമല്ലോ. അങ്ങനെയുള്ളവരുടെ കേസല്ല കേട്ടോ. ഇതുപോലെ എന്നെപ്പോലെ നെറ്റ് ഓഫറൊക്കെ ചെയ്യുന്നവരുടെ കാര്യം മാത്രമാണ് ഞാനീ പറയുന്നത്. ഞാൻ എന്താണെങ്കിലും ഇപ്പോൾ ഈ കാര്യത്തിൽ ഹാപ്പിയാണ്. ഫോൺ നോക്കി ടൈം കളയുന്നു എന്നോർത്തുള്ള ടെൻഷൻ എനിക്കില്ല. മറ്റത് ഞാൻ തന്നെ ഇങ്ങനെ എൻ്റെ ടൈം കുറേ വേസ്റ്റ് ആക്കുന്നുണ്ട്. ഒരു ദിവസം പ്രൊഡക്റ്റീവ് ആകാൻ പറ്റുന്നില്ലല്ലോ എന്ന് സ്വയം ഇങ്ങനെ എപ്പോഴും ഇരുന്ന് റിഗ്രറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഓർത്തൊരു സങ്കടമില്ല. അല്ലെങ്കിൽ ഒരാൾ തന്നെ പറയുമോ നീ ഫോൺ നോക്കിയിരിക്കല്ലേ, അങ്ങനെ പറയുന്നവരോട് ധൈര്യത്തിൽ പറയാം, ഞാനിപ്പോൾ ഫോൺ നോക്കിയിരിക്കാറില്ല.
അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർ പിന്നെ എങ്ങനെയാണ് സ്റ്റഡി വ്ളോഗൊക്കെ ചെയ്യുന്നത്. സ്റ്റഡി വ്ളോഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിതുപോലെ പഠിക്കുന്ന ടൈമിൽ നമ്മൾ ഫോൺ ഓണാക്കി വെക്കുകയാണല്ലോ ചെയ്യുന്നത്. അതിനുശേഷം അത് സേവ് ചെയ്ത് വെച്ചിട്ട് ഹസ്ബൻഡ് വരുമ്പോൾ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും വൈഫൈ ഉള്ളിടത്തു നിന്ന് ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നില്ലല്ലോ. നമ്മുടെ കയ്യിലൊരു സാധനം മീൻസ് നമ്മുടെ കയ്യിലൊരു അവൈലബിൾ ആയിട്ടൊരു സംഭവം ഉള്ളതും നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി ഡിപ്പെൻഡ് ചെയ്യുമ്പോഴും നമ്മളതിൻ്റെ ഉപയോഗത്തിൽ മാറ്റം വരും. എന്ന് വെച്ചാൽ നമ്മൾ ലാവിഷായിട്ട് കിട്ടുമ്പോൾ ധാരാളം അതിൻ്റെ പുറകെ നടക്കും. നമുക്ക് എവിടെയെങ്കിലും ലിമിറ്റഡ് ആകുമ്പോൾ നമ്മൾ ആ കാര്യം കഴിഞ്ഞ് തിരിച്ചു വരും. അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിലും എനിക്ക് ടെൻഷനില്ല. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്താണേലും ഫോണിൽ എന്ന് പറയുന്ന ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കിയാൽ മാത്രമേ നമ്മളെപ്പോലുള്ള സ്റ്റുഡൻസിന് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒത്തിരി ലക്ഷ്യബോധത്തോടു കൂടി പഠിക്കുന്ന ധാരാളം പേരുണ്ടാവും. പക്ഷേ എന്നെപ്പോലെ കുറേ മടിയന്മാരുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഫോൺ നമുക്കൊരു വില്ലൻ തന്നെയാണ്. ഫോണിൽ നോക്കിയിരുന്ന് നമ്മൾ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ പഠിക്കേണ്ടത് മാത്രമായിരിക്കും നോക്കുന്നത്. ഞാൻ അങ്ങനെയായിരുന്നു. പഠിക്കേണ്ടതും PSC മോട്ടിവേഷനൊക്കെ നോക്കുന്നത്. മോട്ടിവേഷൻ കാണുന്നത് ഇടയ്ക്ക് ഞാൻ ഡൗൺ ആവുന്ന സമയത്തായിരുന്നു. മോട്ടിവേഷൻ 1 കണ്ട് 2 കണ്ട് പിന്നെ കണ്ട് ഒരു 10-20 എന്നൊക്കെ 20 മാക്സിമം കാണാൻ ട്രൈ ചെയ്യലുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ അതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് നല്ലോണം പഠിക്കാൻ നോക്കുക എല്ലാവരും. നമുക്കൊരു ലക്ഷ്യബോധം എപ്പോഴും ഉണ്ടാവണം. ഫോണൊക്കെ നമുക്ക് ഇനിയും കാണാം. അല്ലെങ്കിൽ ഈ റീൽസും ഈ ഇതും ഒക്കെ നമുക്ക് ഇനിയും ചെയ്യാം. ഇനി ഇതിന് തന്നെ ഒത്തിരി ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞതൊക്കെ അഡ്വാൻറ്റേജസ് ആണ്. ഡിസ്അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഒരു എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വീട്ടിൽ കിട്ടുന്ന ഫോൺ ഇപ്പോൾ മമ്മി ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് 2-3 കേസിൽ ഫോൺ കോൾ ചെയ്യേണ്ട ടൈമിൽ വേറെ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഒരു തവണ നെറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ ചില കാര്യത്തിൽ മാത്രം നമുക്ക് ഇടയ്ക്ക് നമ്മൾ പൊട്ടക്കേണ്ടിയിൽ തവളയായി പോവാറുണ്ട് ഞാൻ കേട്ടോ. പിന്നെ കുറച്ച് അപ്ഡേറ്റഡ് ആവത്തില്ല ചിലപ്പോൾ നമ്മൾ. സോഷ്യൽ മീഡിയേൻ്റെ കേസിൽ കുറച്ച് അപ്ഡേറ്റഡ് ആവത്തില്ല. അത് കുഴപ്പമില്ല. അതൊക്കെ ഇനി അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ നമുക്ക് പഠിക്കേണ്ട ഈ ടൈം എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും തിരിച്ച് കിട്ടത്തില്ല എന്നൊരു ചിന്ത നമുക്ക് വേണം. ആ ഒരു ഇത് വെച്ച് ഫോൺ മാറ്റേണ്ടടുത്ത് ഫോൺ മാറ്റുക. വേറെ എന്തെങ്കിലും ഒഴിവാക്കേണ്ടതാണെങ്കിൽ ഒഴിവാക്കി തന്നെ നമ്മൾ പഠിക്കണം. നമ്മളും പഠിച്ചാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ എന്നൊരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാവണം. അത്രയൊക്കെ തന്നെ എനിക്ക് ഫോണിനെക്കുറിച്ച് പറയാനുള്ളത്. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ഫോൺ ഉപയോഗം മാറ്റിയത്. ഞാനിപ്പോൾ അതുകൊണ്ട് ഹാപ്പിയാണ്. ആ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വേറൊരു ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.